ലൈംഗിക അതിക്രമ കേസിൽ ജാമ്യം ലഭിച്ച സംവിധായകൻ രഞ്ജിത്ത് ജയിൽ മോചിതനായി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് രഞ്ജിത്ത് ജയിൽ മോചിതനായത്. എറണാകുളം ജില്ല വിട്ടുപോകരുതെന്ന് ഉൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം. ലാൽകൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലാൽ, എന്തൊക്കെ കൂടുതൽ ഉപാധികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. ഉത്തരവിന് ശേഷമേ നമുക്ക് പൂർണ്ണമായ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കണ്ടീഷൻഡ് ബെയിൽ എന്ന കാര്യം കോടതി കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് 2 ആൾജാമ്യം വേണം. അതോടൊപ്പം തന്നെ പ്രതി ഒരു കാരണവശാലും എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്ക് പോകരുത്, പാസ്പോർട്ട് അവിടെ കണ്ടുകെട്ടേണ്ടതുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നീ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവ് വന്നതിന് ഏകദേശം അതായത് ജയിൽ മോചനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയതിന് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ജയിലിൽ വന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ കക്ഷികൾ ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു തരത്തിലും പ്രതികരിക്കാൻ രഞ്ജിത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസം അവസാനമാണ് വളരെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കൃത്യമായ പദ്ധതിയുടെ ഭാഗമെന്ന പോലെ തന്നെ പോലീസ് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ ഘട്ടങ്ങളിലായിട്ട് ജാമ്യം അനുവദിക്കരുത് എന്ന് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യം ഉന്നയിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം ഈ സംഭവം നടന്നു, അതിക്രമം നടന്നു എന്ന് പറയുന്നത് രഞ്ജിത്തിൻ്റെ തന്നെ ഒരു സിനിമാ സെറ്റിലാണ്. അവിടെയുള്ള സാക്ഷികളും മൊഴികൾ നൽകേണ്ടവരും രഞ്ജിത്തിൻ്റെ സിനിമയിലെ അണിയറ പ്രവർത്തകരാണ്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരെല്ലാം എന്നുള്ളതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ ഇവരെ സ്വാധീനിക്കാൻ കഴിയും എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. മാത്രമല്ല അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന കാര്യം കൂടി പറഞ്ഞിരുന്നു. പക്ഷേ കുറ്റം സമ്മതിക്കുന്നില്ല എന്നതുകൊണ്ട് അത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കരുത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ പ്രധാന കാരണം. അത്തരം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സംഭവമുണ്ടായത് അഭിനയം മോശമായതിന് നടിയെ ശകാരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക്, ഇത്തരമൊരു കേസിലേക്ക് കാരണമായത് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും രഞ്ജിത്ത് ഉന്നയിച്ചത്. ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ ജാമ്യം അനുവദിച്ച് രഞ്ജിത്തിന് ജയിൽ മോചനത്തിനുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണം, കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്നൊക്കെ SIT പറഞ്ഞിരുന്നു. പക്ഷേ രഞ്ജിത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.